വിചാരിക്കുന്ന പോലെ ഒന്നല്ല കേട്ടോ. 2 മിനിറ്റിൽ നമുക്ക് ഇവിടെ മാങ്ങ അച്ചാർ തയ്യാറാക്കാൻ പറ്റും കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. നല്ലപോലെ ചൂടായപ്പോൾ കടുകും ഉലുവയും ഇട്ട് പൊട്ടിച്ചെടുത്തു. അത് നല്ലപോലെ പൊട്ടി വന്നപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടെ ചേർത്ത് കൊടുത്തു. നല്ലപോലെ മിക്സ് ചെയ്തു. കറിവേപ്പില ഇട്ട് കൊടുത്തു. അതുപോലെ അച്ചാറിടുമ്പോൾ നമ്മൾ മസ്റ്റായിട്ടും ചേർക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ, കായപ്പൊടി, കറിക്കായ. അതിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, ചിലവർക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഇഷ്ടമുള്ളവർ കുറച്ച് അധികം ഇട്ട് കൊടുക്കുക, അല്ലാത്തവർ കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ അച്ചാറും പൊടി മസ്റ്റാണ്. ഉപ്പ് പിന്നെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നിങ്ങൾ എത്രയാണോ മാങ്ങ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇതിൽ നമ്മൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത് നല്ലപോലെ വഴന്നു വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ആ മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പും ഈ മാങ്ങയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. ഈ ഒരു മസാല ആ മാങ്ങമേൽ പിടിക്കണം, അത്ര വരെ നമ്മളിത് ഇളക്കി കൊടുക്കണം. വേറൊരു കാര്യം പറയാൻ മറന്നു, നമ്മൾ തുടക്കത്തിൽ ഈ ഒരു ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ മാങ്ങ നല്ലപോലെ ഒന്ന് വഴന്ന് വരണം. എന്നാൽ നമുക്ക് ഇന്ന് അച്ചാറിട്ടാൽ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അല്ലാതെ കുറേ ദിവസം നമ്മൾ എടുത്ത് വെക്കേണ്ട ഒരു ആവശ്യമില്ല. പുളി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരു ചെറു ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതല്ലാത്തൊരു വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ഞാനിതിലേക്ക് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇടയ്ക്കൊന്ന് കുലുക്കി കൊടുക്കുക.